നമസ്കാരം. ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ, ഇടത് സഹയാത്രികൻ എന്നൊക്കെയായിരുന്നു അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വരെ ഞങ്ങൾ മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നത് മാറി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മാറ്റം എന്ന് ശ്രീ ഹസ്കർ തന്നെ നമ്മോട് പറയും. സ്വാഗതം ശ്രീ ഹസ്കർ. ഈ പറഞ്ഞതുപോലെ ഒത്തിരി ചർച്ചകളിലും മറ്റുമൊക്കെ നമ്മൾ നേരിട്ട് സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന തരത്തിൽ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളാണ് താങ്കൾ തന്നെ ആ ഇടത് സഹയാത്രികൻ അല്ലെങ്കിൽ ഇടത് നിരീക്ഷകൻ എന്ന ആ ടൈറ്റിൽ മാറ്റി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ആ ഒരു തലത്തിലേക്ക് മാറ്റണം എന്ന് താങ്കൾ തന്നെ പറഞ്ഞതും താങ്കളുടെ അഭിപ്രായം അനുസരിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് മാറുകയും ചെയ്യും. എന്തുകൊണ്ടാകാം ആ ഒരു CPM എന്ന വരി മാറി അത്തരമൊരു ലേബലിലേക്ക് വന്നത്? ഞാൻ ചാനൽ ചർച്ചകളിൽ തുടങ്ങുന്നത് എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ്. അന്ന് ദൂരദർശൻ മാത്രമേ അന്നുള്ളൂ. അന്ന് യുവദർശനം എന്ന് പറഞ്ഞൊരു പരിപാടി ദൂരദർശൻ സംപ്രേഷണം ചെയ്യും. അപ്പോൾ യുവദർശനത്തിൽ പലപ്പോഴും ഈ സംവാദങ്ങൾക്ക് തുടക്കം ഞാൻ സർവകലാശാല യുവജനോത്സവ പ്രസംഗത്തിനും ഡിബേറ്റിനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചെറുപ്പകാലമായിരുന്നു. വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ പൊതു രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിനുശേഷം അഭിഭാഷക വൃത്തിയിലേക്ക് പോവുകയും അഭിഭാഷകനായി തന്നെ പൂർണ്ണസമയ അഭിഭാഷകനായി തന്നെ മാത്രം കഴിയുകയും ചെയ്യുന്നതാണ്. വളരെ യാദൃച്ഛികമായി ഈ ഒരു കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട്, ഉത്തരവാദ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനൊരു അവസരം ലഭിക്കുന്നു. അപ്പോൾ ശ്രീകണ്ഠൻ നായർ സാറ് ഞാനുമായിട്ട് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലുള്ളപ്പോൾ ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അദ്ദേഹം ചെയ്യുമായിരുന്നു. അല്ലാതെ ഞാൻ ARൽ വിവിധ പരിപാടികൾ ചെയ്യാനെന്ന് കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു കാൽനൂറ്റാണ്ടിന് ശേഷം എന്നെ കാണുകയും അത് അദ്ദേഹം ഫ്ലോറിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ കണ്ടിട്ട് ഒരുപാട് വർഷമായി. കാര്യം ഞാനൊരു ഒരു കുക്കൂൺ പോലെ ഒതുങ്ങിക്കഴിയുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ സംവാദങ്ങളിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ, ഇടതു നിരീക്ഷകൻ അല്ലെങ്കിൽ CPM സഹയാത്രികൻ എന്ന പേരുകളിലാണ് ഞാൻ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ഈ ചർച്ചകളിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM പലപ്പോഴും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇടതു നിരീക്ഷകരെന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ ചർച്ചകളിലെ ഫ്ലോറിൽ എത്താൻ കഴിയാറുള്ളത്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് CPM പലപ്പോഴും നിശബ്ദനാകും ചില വിഷയങ്ങളിൽ. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം CPM നിശബ്ദരാകുന്നത് പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് കരുതുന്ന ആളാണ്. നിശബ്ദതയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുമാനമുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾ പലപ്പോഴും വളരെ ശക്തമായി നിലപാടുകൾ അറിയിക്കുകയും CPMൻ്റെ രാഷ്ട്രീയ ലൈൻ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു വരികയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു CPM അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് വന്നിരുന്ന ഒരാൾ മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റം നടത്തുന്നത്. അങ്ങനെ ചുവടുമാറ്റം നടത്തുന്ന ഘട്ടത്തിൽ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാണ് ഇടതു നിരീക്ഷകൻ, എന്താണ് ഇടതു നിരീക്ഷകൻ, ആരാണ് ഈ പദവി നൽകുന്നത്, ഈ ഘടകത്തിലുണ്ടോ, ഘടകത്തിന് പുറത്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന നേതാവ് ഇന്നലെ വരെ ഞങ്ങൾ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം തൊഴിലെടുക്കുന്നിടത്ത് നിന്ന് ഞാൻ പലപ്പോഴും 3-3.5 മണിക്കൂർ ഒരേ ഇരിപ്പിരുന്ന് ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് രാത്രി 7 മണിക്ക് തുടങ്ങിയാൽ 10 മണി വരെ. ഇപ്പോൾ മീഡിയ 1 സ്പെഷ്യൽ എഡിഷൻ രാത്രി 8 തൊട്ട് 9 ആക്കിയതുകൊണ്ട് കേരളത്തിലെ ചർച്ചകൾ 7 തൊട്ട് 9 മണി വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുകയും അതിനുശേഷം നാഷണൽ മീഡിയയിൽ ഇംഗ്ലീഷ് ചാനലുകളിൽ പലപ്പോഴും 2-3 ദിവസം ആഴ്ചയിൽ കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെ വിഷയങ്ങൾ വരുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കും. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും അതിൻ്റെ ഒരു ഉന്മാദവുമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എപ്പോഴും പൊതുപ്രവർത്തകരെ സംബന്ധിച്ചൊരു ഉന്മാദം കൂടിയാണ്. അപ്പോൾ ആ ഉന്മാദത്തിലാണ് യഥാർത്ഥത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പോൾ അതിൽ ആരൊക്കെയോ കരുതി വച്ചിരിക്കുന്നത് എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പൊതുപ്രവർത്തന നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിസ്വാർത്ഥതയാണ്, സമൂഹത്തെ സേവിക്കുകയാണ്. അതുപോലെ തന്നെ കൃത്യമായ ഒരു ഇടപെടലായിരുന്നു എൻ്റേത്, അല്ലെങ്കിൽ ഇടതു സഹയാത്രികർ എന്ന് പറയുന്ന ആളുകളുടേതും ഇടതു നിരീക്ഷകർ ആരുടെയും കുത്തകയൊന്നും അല്ല അത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു വലിയ പരിഹാസത്തെ, ആക്ഷേപത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സർക്കാസ്റ്റിക്കായിട്ട് ഞാൻ അതിൽ നിന്ന് മാറി വലത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന വലിയ
ഒരു ചിറകിലേക്ക് ആകാശത്തിലേക്ക് മാറി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പെട്ടെന്നാണ് ഒരു ദിവസമാണ് താങ്കൾക്ക് ഇത്തരമൊരു നിർദ്ദേശം ലഭിക്കുന്നതെന്ന് തോന്നുന്നു. പാർട്ടി തലത്തിൽ നിന്ന് തന്നെ വരുന്നൊരു നിർദ്ദേശം. അത് കേട്ടപ്പോൾ എത്രത്തോളം മനോവിഷമം ഉണ്ടായി, അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണ് താങ്കൾ കണ്ടത്? ഞാൻ DYFലും SFIയിലും ഒക്കെ പ്രവർത്തിച്ച് പാർട്ടിയിൽ അംഗമായ ഒരാളാണ്. 91 പാർട്ടി അംഗത്വം ലഭിക്കുകയായിരുന്നു. അപ്പോൾ 91 മുതൽ പാർട്ടി അംഗത്വം ആയിരിക്കുന്ന പാർട്ടി അംഗം മാത്രമായി തുടരുന്ന ഒരാളാണ്. അപ്പോൾ ആ പാർട്ടി എന്താണെന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പാർട്ടി അച്ചടക്കം എന്താണെന്നറിയാം, സംഘടന രീതി വളരെ വളരെ ബോധപൂർവം അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മറുപടി പറഞ്ഞത്. ചില വ്യതിയാനങ്ങൾ പാർട്ടിക്കുള്ളിൽ സംഭവിക്കുന്നു. ആ നയവ്യതിയാനങ്ങളെ ഇനിയും എൻ്റെ ഘടകത്തിൽ പാർട്ടി ബ്രാഞ്ച്, ആ ബ്രാഞ്ചിൽ ഞാനിരുന്ന് ആ നയവ്യതിയാനം പറഞ്ഞാൽ എൻ്റെ ഏരിയ സെക്രട്ടറി കേൾക്കും. അദ്ദേഹം കേട്ടതിന് ശേഷം ഒരുപക്ഷേ അദ്ദേഹം പോയി അതിന് എളുപ്പത്തിൽ പോയി അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പറയാൻ കഴിയും. പരമാവധി അവിടെ പറയും. അപ്പം പറയാം വേറെ കാര്യമുണ്ട്, ഇതൊക്കെ പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു രാഷ്ട്രീയ വിഷയങ്ങളെ സംഘടനാ വിഷയങ്ങളെ സംബന്ധിച്ചും പാർട്ടിക്കുള്ളിൽ ചർച്ച നടക്കുന്നില്ലെന്ന സഗൗരവ വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. ആ വിമർശനം കാതലുള്ളതാണ് എന്ന് എൻ്റെ വിമർശനത്തിന് ശേഷം എനിക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ, എനിക്ക് ലഭിക്കുന്ന പിന്തുണ, അതൊരു ഞാൻ പാർട്ടിക്ക് അതീതനാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ലഭിക്കുന്ന പാർട്ടി ഘടകങ്ങൾ, വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾക്ക് പറയാൻ ഉള്ളതായിരുന്നു പറഞ്ഞത് എന്ന അഭിപ്രായത്തിലാണ് എന്നെ ആളുകൾ വിളിക്കുന്നത്. അപ്പോൾ അത് വല്ലാതെ പ്രചോദനം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം താങ്കളുടെ നിലപാടിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ഒരു FB പോസ്റ്റ് തന്നെ വളരെ ശക്തമായ ഒരു പോസ്റ്റാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും ആ ചിന്തയിൽ തന്നെ അത്തരം നിലപാടുകൾ പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകണം, മാറ്റമുണ്ടാകേണ്ടത് മാറ്റം വരുത്തണം എന്ന ചിന്തയിൽ തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? നിശ്ചയം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടതു നിരീക്ഷകൻ എന്ന് നിന്നുകൊണ്ട് പറയുമ്പോൾ ആ സ്ക്വയർ ഫ്രെയിമിനുള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനാകുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ നിലപാടുകൾ പറയാം. ആ നിലപാടുകൾ ഞാൻ പറയും. അത് പാർട്ടി അംഗത്വം എനിക്ക് നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ ആ നിലപാടുകൾ പറയണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായപ്പോഴാണല്ലോ താങ്കൾ ആ ഒരു കാര്യം പറഞ്ഞത്, ഒരു കാർ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അത് താങ്കൾ അതിൽ കൃത്യമായി ഒരു നയരേഖ അടക്കമുള്ള തെറ്റുതിരുത്തൽ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി പാർട്ടി സമ്മേളനങ്ങളും മറ്റുമൊക്കെ ചർച്ച ചെയ്ത നിരവധി കാര്യങ്ങളെല്ലാം താങ്കൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണോ അത്തരമൊരു അഭിപ്രായത്തിലേക്ക് എത്തി? അല്ല, നിശ്ചയം അത് പാർട്ടി രേഖകളുടെ കൂടി പിൻബലത്തിലാണ്. പാർട്ടി ചിലപ്പോൾ നമുക്കൊരു ഈ CPMനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചും ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പല്ല രാഷ്ട്രീയ പ്രവർത്തനം. തെരഞ്ഞെടുപ്പ് മാത്രമായി രാഷ്ട്രീയ പ്രവർത്തനം ചുരുങ്ങുകയും അധികാര കേന്ദ്രീകരണത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം മാറുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി CPM മാറുന്നു, വ്യതിചലിക്കുന്നു എന്ന വിമർശനമായിരുന്നു ഉള്ളത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മുഖ്യമന്ത്രി ആണെങ്കിലും ഒരു പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാറിൽ കയറ്റരുത് എന്നുള്ളതായിരുന്നു തിരുത്തൽ രേഖ. അപ്പോൾ അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു. 121 വിജിലൻസ് കേസുകളിൽ പ്രതി, 20 കേസുകളുടെ കുറ്റപത്രം കോടതി മുമ്പാകെ കൊടുത്തു. അതിലെ വാദി എന്ന് പറയുന്നത് VS അച്യുതാനന്ദനായിരുന്നു. VS വാദിയായിട്ടുള്ള കേസിലെ പ്രതിയെ സ്വന്തം വാഹനത്തിൽ കയറ്റുന്ന പോലെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്ന വിമർശനമായിരുന്നു. ആ നിലപാട് മാത്രമല്ല, അദ്ദേഹം പറയുന്ന ഭാഷയും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും എന്താണെന്ന് പാർട്ടി 2024 ജൂലൈയിൽ നടത്തിയ പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൃത്യമായും ചർച്ച ചെയ്ത് SNDP യോഗ നേതൃത്വവും വെള്ളാപ്പള്ളി നടേശനും എങ്ങോട്ട് പോകുന്നു, കേരളത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നത് പാർട്ടിക്ക് അലാം ചെയ്തതാണ്. പാർട്ടി ആ അപകട സൂചന നൽകിയതാണ്. എന്നിട്ടും പാർട്ടി അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഇതൊരു ഭൂരിപക്ഷ വർഗീയതയും ഹിന്ദുത്വത്തെയും ഒരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് പാർട്ടിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇത് നമ്മുടെ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ആകമാനം വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണല്ലോ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ എത്ര സ്വാധീനമുണ്ടെന്ന് പരിശോധിച്ചാൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ 100 വോട്ടുകൾ സമാഹരിക്കാൻ പോലും ശേഷി ഉണ്ടോ എന്ന് സംശയിക്കുന്നതാണ് ജമാഅത്തെ ഇസ്ലാമി. അവരുടെ കളക്റ്റീവ് ഫോഴ്സ് വലുതായിരിക്കും, പക്ഷെ അവർക്ക് 100 വോട്ടുകൾ പോലും സമാഹരിക്കാനുള്ള രാഷ്ട്രീയ ശേഷിയില്ല. 96 മുതൽ 2006 2011 ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു.
അത് മറന്നു പോകാൻ പാടില്ല. അപ്പോൾ ആ മറന്നുകൊണ്ട് അവരുടെ സ്വാധീനം അല്ലെങ്കിൽ ഈ പറയുന്ന 100 വോട്ട്, ഒരു മണ്ഡലത്തിൽ 100 വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി വാങ്ങിയിട്ടാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പുതിയ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആണ് ആഭ്യന്തരം ഭരിക്കും പോകുന്നത് എന്ന അപകടകരമായ വിഭാഗീയത സമൂഹത്തിലുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നത് നേതാക്കന്മാരെന്നുള്ളതാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാനേ പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് CPM. മറ്റൊരു കാര്യം, ഈ പിണറായിയുടെ കാലം കഴിയുന്ന ഒരു രണ്ടാം നിര ഉയർന്നു വരണമെന്നൊരു അഭിപ്രായം, ആ ഒരു അഭിപ്രായം ശക്തമായി വരേണ്ട ഒരു സാഹചര്യം തന്നെയാണോ ഇപ്പോൾ? അല്ല, നമുക്ക് പാർട്ടിക്ക് എപ്പോഴും ചിലയിടത്ത് തെറ്റുകൾ പറ്റും, മനുഷ്യ സഹജമാണ്. തെറ്റു പറ്റിയാൽ അത് തിരുത്തുക തന്നെ ചെയ്യണം. അപ്പോൾ രണ്ടാം നിര നേതാക്കന്മാർ എന്തു പറ്റുന്നു എന്നുള്ളതാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത തരത്തിലേക്ക് ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളതല്ല, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം സംഭവിച്ചിട്ടില്ല. USSRലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് USSR തകർന്നു പോയത്. തകർന്നു പോകുമ്പോൾ പ്രകാശ് കാരാട്ട് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ലേഖനത്തിൽ സൂചിപ്പിച്ചിരുന്നു, വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിലേക്ക് വരാത്തതുകൊണ്ടായിരുന്നു യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പാർട്ടി നേതൃത്വ നിരയിലേക്ക് വന്നതാണ് റഷ്യയുടെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ USSRൻ്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് പ്രകാശ് കാരാട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഈ ന്യൂ ക്ലാസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ലോകപ്രശസ്തമായ ഒരു പാർട്ടി PB അംഗത്തിൻ്റെ പുസ്തകമാണ്, ഈ റഷ്യയിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ ന്യൂ ക്ലാസ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെ പാർട്ടി അധികാരത്തിലെത്തുന്നത്, ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയിടത്തെല്ലാം അധികാരം ചില വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുക. അതൊരു ലെനിനിസ്റ്റ് രാഷ്ട്രീയ സിദ്ധാന്തമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം, സംഘടനാ ശൈലി ലെനിനിസ്റ്റ് ശൈലിയിൽ പോകുന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏക വ്യക്തിയിലേക്ക് അധികാരം ചുരുക്കപ്പെടും. അപ്പോൾ അതിന് ചുറ്റും ഒരു അധികാര കേന്ദ്രം വളർന്നു വരും. ആ അധികാര കേന്ദ്രമാണ് ഈ ഭരണത്തെ അല്ലെങ്കിൽ ഭരണകൂടത്തെ നിയന്ത്രിക്കുക. അതിനെയാണ് ന്യൂ ക്ലാസിൽ സൂചിപ്പിക്കുന്നത്. അപ്പം അത് തന്നെ കേരളത്തിലും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാർട്ടിയുടെ രണ്ടാം നിര നേതാക്കന്മാർക്കെങ്കിലും വർഗബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യകാരണങ്ങളെ വിശകലനം ചെയ്യാൻ പറ്റുന്നില്ല എന്ന തോന്നൽ എനിക്കുണ്ടായത്. ഓക്കെ, ഇപ്പോൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇത്തരം വിമർശനങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ചർച്ചകൾ വരുമ്പോഴും ഒക്കെ മുഖ്യമന്ത്രി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം, അല്ലെങ്കിൽ ആ തരത്തിൽ പലരും ഇപ്പോൾ അതിനടിപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്? അല്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഇപ്പോൾ നമുക്കിപ്പോൾ USSRൽ സംഭവിച്ചതും ആക്ച്വലി ഈ ലെനിനും ഒക്കെ കരുതിയിരുന്നത് തങ്ങൾക്കൊറ്റയ്ക്ക് നിന്ന് ഒരു രാജ്യമല്ല, തുടരെ മറ്റു രാജ്യങ്ങളിലും വിപ്ലവം ഉണ്ടാവുകയും എന്നിരുന്നാൽ മാത്രമേ രാജ്യം സോഷ്യലിസം ലോകത്താകമാനം നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. കേരളത്തിൽ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നതാണ്. കേരളം മാത്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുക്കപ്പെടുകയും അങ്ങനെ വരുമ്പോൾ കമ്മ്യൂണിസം തകർന്നു പോവുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത. ഇത് വിപ്ലവത്തിലൂടെ വന്ന അധികാരത്തിലെത്തുന്ന സ്ഥിതിയിലല്ലല്ലോ. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഘട്ടത്തിലും വിപ്ലവം സാധ്യമല്ല എന്നുള്ളതാണ്. റോസ ലക്സംബർഗ് എന്ന് പറയുന്ന ലോകപ്രശസ്ത കമ്മ്യൂണിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, വിത്തൗട്ട് ഡെമോക്രസി ദർ ഇസ് നോ സോഷ്യലിസം, ആൻഡ് ദർ ഇസ് നോ സോഷ്യലിസം ദർ ഇസ് നോ ഡെമോക്രസി ഓൾസോ. അപ്പോൾ അതെന്ന് പറയുന്നത് ജനാധിപത്യം ഇല്ലാത്തിടത്തോളം കാലം സോഷ്യലിസം നടപ്പിലാക്കാനും കഴിയില്ല, സോഷ്യലിസം ഇല്ലാത്തിടത്തോളം കാലം ജനാധിപത്യം നടപ്പിലാവുകയില്ല. ഇവിടെ സംഭവിക്കുന്നത് ജനാധിപത്യം പോലും മരിക്കുന്നു എന്നുള്ളതാണ്. ആ മരണശയ്യയിൽ നിന്നുകൊണ്ട് ഇതിനെ ഏതെങ്കിലും തരത്തിൽ നന്നാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാം നിര നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം. അവർ ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ പിന്നാലെയല്ല പോകേണ്ടത്, പാർട്ടിയെ ഘടനാപരമായി ശുദ്ധീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ടെന്ന് വിമർശിക്കുകയാണ്. എനിക്ക് താഴെ പോയിരുന്ന് എൻ്റെ പാർട്ടി ഘടകത്തിലിരുന്ന് വിമർശിച്ചാൽ ഇത് എത്രത്തോളം അത് ഒരു ബക്കറ്റിലെ വെള്ളം പോലെയാവും എന്നുള്ളത് കൊണ്ടാണ് മാധ്യമത്തിന് മുന്നിൽ അത് പറയാൻ ഞാൻ ഒരുപക്ഷെ സംഘടനാ വിരുദ്ധമാണെങ്കിൽ പോലും പറയാൻ ഞാൻ തയ്യാറായത് എന്നുള്ളതാണ്. ഓക്കെ, അത് പറഞ്ഞതിന് ശേഷവും ഇപ്പോൾ ഈ തലങ്ങളിൽ നിന്ന് കൂടുതൽ ഈ ഒരു മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അല്ല, നിശ്ചയം ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒറ്റയ്ക്ക് നിന്ന് പറയാൻ അതിയായ
ദൗർബല്യങ്ങൾ ആണ്. അത്തരം പറച്ചിലുകൾക്ക് ഒരുപക്ഷെ വലിയ ശക്തിയൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇത് പലയിടത്തും ഒറ്റപ്പെട്ട തുരുത്തുകളിൽ നിന്ന് ഇത്തരം ശബ്ദങ്ങൾ ഉയരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അത് പക്ഷേ ഒരു കളക്റ്റീവായി ശബ്ദിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ ശബ്ദം വരും. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ ഇല്ലാതായി തീരാൻ കഴിയുന്ന ഒന്നല്ല. ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിചാരധാരയുടെയും സംഘപരിവാറിൻ്റെയും വെല്ലുവിളികളെ തടഞ്ഞു നിർത്തുന്നതിന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അത്രത്തോളം കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ നമുക്കറിയാം പെഗാസിസിൻ്റെ കേന്ദ്ര സർക്കാർ പെഗാസിസ് വഴി 150ഓളം ആളുകളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചിരുന്നു, അല്ലെങ്കിൽ ഇമെയിലുകൾ പരിശോധിച്ചിരുന്നു. ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ഇമെയിലും മൊബൈലും പരിശോധിച്ചത് ഈ 150 പേരുടെ പേരിലാണ്. കൊച്ചിയിലുള്ള ഒരു മാവോയിസ്റ്റ് അനുകൂല വ്യക്തിയുടെ പോലും മൊബൈലുകളും ഇമെയിലുകളും പരിശോധിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളുടെ പോലും, അത് സൂചിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർ അവർക്കൊരു വെല്ലുവിളിയേ അല്ല എന്നുള്ളതാണ്. അങ്ങനെ പോലും വെല്ലുവിളിക്കുന്നതിന് ഇടതുപക്ഷത്തെ അവർ പ്രതീക്ഷിക്കുന്നേയില്ല സംഘപരിവാറിന്. രാഹുൽ ഗാന്ധി ഇന്ത്യയൊട്ടാകെ നടത്തുന്ന ഇടതുപക്ഷ ഇടപെടലുകൾ, ഞാനിപ്പോൾ അതിനെ കുറേ നാളുകളായി കാണുന്നത് ഒരു ഇടതുപക്ഷ ബദലായിട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ ഒരു ഇടതുപക്ഷ ബദലാണ്. അതുപോലും ചെയ്യാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നത് നിർഭാഗ്യവശാൽ അത് ഈ പ്രസ്ഥാനത്തെ വല്ലാതെ പടുകുടിയിലേക്ക് എത്തിക്കും എന്ന് പറയേണ്ടി വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വരുന്നത്. ശരി, അതായത് ഈ ആത്മവഞ്ചന നടത്തുന്ന വർത്തമാനങ്ങൾ ഇനിയും പറയാൻ പറ്റില്ല, അത് എൻ്റെ മനസ്സിനനുസരിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇനിയും പറയുമെന്ന് തന്നെയാണോ? അല്ല, നിശ്ചയം. ഞാൻ അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ പലതും ഇപ്പോൾ ഒരു ഇടതുപക്ഷ നിരീക്ഷകനാണ് എങ്കിൽ എനിക്ക് ശ്രീ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് ആ സ്വാതന്ത്ര്യം എടുക്കുന്നതിനാണ് ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പുതിയ പട്ടത്തിലേക്ക് മാറാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എൻ്റെ സ്വാതന്ത്ര്യം കുറച്ചുകൂടി വലിയ അളവ് വരെ കൂടും എന്നുള്ളതാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന മാധ്യമ ഇടം, ഇതൊക്കെ കോപ്പയിലെ കൊടുങ്കാറ്റാണെന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ്. ഇത് കഴിയുമ്പോൾ മാധ്യമങ്ങൾക്ക് വേറെ ആളെ കിട്ടും, വേറെ വിഷയങ്ങൾ കിട്ടും, അവരങ്ങോട്ട് പോകും എന്നുള്ളത് അറിയാം. പക്ഷേ എൻ്റേത് ഒരു ചെറിയ, ഞാനൊരു ഈയാമ്പാറ്റയാണെങ്കിലും ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടമെങ്കിലും കഴിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ നിലപാടുകളിൽ ഇപ്പോൾ എന്ത് നിലപാടെടുത്തോ ആ നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പോകുന്നത്. ഇപ്പോൾ കാറിൽ കയറിയ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും ഞാനത് ചെയ്യും, അതിലെന്താണ് തെറ്റ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. 110 സീറ്റ് പ്രതീക്ഷിച്ചാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കേരളത്തിലെ ജനങ്ങളത് വിലയിരുത്തപ്പെടും. കേരളത്തിലെ ജനങ്ങൾ 2026 തെരഞ്ഞെടുപ്പിൽ എന്തു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ പറയുന്ന തിരുത്തലുകൾ വരിക. അതൊരു കാലഘട്ടത്തിൽ ജനം പറയും. അത് പറയുമ്പോൾ പാർട്ടിയും തിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയുന്ന ആളുകൾ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അത് കൂട്ടായി ഉയർത്തുന്നതിന് എല്ലാ വിപ്ലവങ്ങളും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആർത്തരച്ചു വരുന്ന ജനക്കൂട്ടത്തെ അങ്ങനെ പ്രതിരോധിച്ചു നിർത്താൻ വലിയ തോതിൽ കഴിയുമെന്ന് കരുതുന്നില്ല. ഈ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ആർത്തലച്ച് വരുന്ന ഒരു ജനക്കൂട്ടം, പാർട്ടി പ്രവർത്തകരുടേതായ ഒരു ജനക്കൂട്ടം സദാ സജ്ജമായി നിൽക്കുന്നു എന്നതാണ് എനിക്ക് വ്യക്തിപരമായി അനുഭവപ്പെട്ടത്. ആ വ്യക്തിപരമായ അനുഭവം ഒരുപക്ഷെ ഒരു കളക്റ്റീവ് ഫോഴ്സായി പാർട്ടിയെ തിരുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരുപാട് തിരുത്തൽ രേഖകളും മറ്റുമൊക്കെ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ CPM. പക്ഷെ ആ പറയുന്ന കാര്യങ്ങളിൽ ഈ മുകളിലുള്ളവർ പോലും ചെയ്യാതെ വരുമ്പോഴുണ്ടാകുന്നൊരു പ്രതിസന്ധി, അതാണോ താങ്കൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്? നിശ്ചയമായും അത് ചെയ്യേണ്ടത് എപ്പോഴും ഒരു പാർട്ടിയുടെ ഘടകത്തിൻ്റെ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ അവർ ചെയ്യേണ്ടതാണ് കൃത്യമായി ചെയ്യേണ്ടത്. അവർ ആത്മവഞ്ചന കാണിക്കുകയാണെങ്കിൽ കാലം അവരെ ഇമ്പീരിയലിസ്റ്റിക് ബഗ്സ് എന്ന് വിളിക്കുന്ന കാലം വരും. ആ കാലത്തിലേക്ക് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് നാളെ അവരെ അടയാളപ്പെടുത്തുന്നത്. ഈ ഇമ്പീരിയലിസ്റ്റിക് ബഗ്സ് എന്നായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നിലപാടുകളും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 110 സീറ്റ് എന്നൊക്കെ പറയുന്ന അത്തരം ഒരു വലിയ ആത്മവിശ്വാസത്തോടെയൊക്കെ പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അതിനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ട് തോന്നുന്നു? ഇല്ല, നിശ്ചയമായും ഇത്തരം നിലപാടുകളുമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയാൽ അത് ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറിച്ച് ഇപ്പോൾ UDF വലിയ ആത്മവിശ്വാസത്തിലാണ്. ആത്മവിശ്വാസത്തിൻ്റെ ഹിമാലയത്തിലേക്ക് UDF സ്വയം എത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ ആ ആത്മവിശ്വാസം കളഞ്ഞ് വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടി UDF പ്രവർത്തിച്ചാൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഈ വെല്ലുവിളിയെ മറികടക്കാൻ. പക്ഷെ മറിച്ച് CPMനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ച് അത് തുരുമ്പിച്ച യന്ത്രമൊന്നുമല്ല, എണ്ണയുടെ അപാകതയുള്ള അല്ലെങ്കിൽ എണ്ണ കുറവുള്ള ഒരു യന്ത്രം മാത്രമാണ്. അതാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ അടി. CPMൻ്റെ അല്പം ആ യന്ത്രത്തിലേക്ക് അല്പം എണ്ണ പകർന്നാൽ വളരെ ജാഗ്രതയോടുകൂടി CPM പ്രവർത്തകർ പ്രവർത്തിക്കും എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങളിൽ. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടാൻ ഇടതുപക്ഷത്തിനായി. അപ്പോൾ അത് കിട്ടുന്ന അനുഭവം, ആ പ്രഹരം അത് അനുഭവമാക്കി അത് കൃത്യമായി സക്രിയമായി പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും എന്നുള്ളതാണ്. ഈ മുൻകാലങ്ങളിലൊക്കെ ഒത്തിരി കാലങ്ങൾക്ക് മുമ്പൊക്കെ ഈ പാർട്ടി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ വർഗീയതയെപ്പറ്റി, ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെപ്പറ്റിയും അതിനെയൊക്കെ ശക്തമായി എതിർക്കുകയും കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്ന ഒരു വർഗീയതയെ ഒരു അജണ്ടയാക്കി കൊണ്ടുപോയി വോട്ട് നേടാമെന്നുള്ള ലക്ഷ്യം അത് വിജയിക്കുമോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ലാഭം കൊയ്യാൻ പോകും. വിതച്ചത് CPM ആണെങ്കിലും ലാഭം കൊയ്യാൻ പോകുന്നത് BJP ആയിരിക്കും. വിതച്ചത് ഇടതുപക്ഷമാണെങ്കിലും ലാഭം കൊയ്യുന്നത് NDA ആയിരിക്കും. ഈ ഘട്ടത്തിൽ വരുന്ന 31 അങ്ങനെ വന്നാൽ 31ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇല്ലാതെ പോകും. പകരം BJPയും NDA മുന്നണിയും UDFും തമ്മിലായിരിക്കും തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിൻ്റെതെന്ന് പറഞ്ഞാൽ മാസ് പാർട്ടിയാണ്. അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ കൃത്യമായ സംഘടനാ തത്വങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു കേഡറോ സെമി കേഡറോ ഒന്നുമല്ല. ഒരു മാസ് മൂവ്മെൻ്റാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. ആ മാസ് മൂവ്മെൻറ്റ് എപ്പോഴും കോൺഗ്രസിനൊപ്പം ഉണ്ടാവും. ചില പ്രശ്നാധിഷ്ഠിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം വന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 2 തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 അതുപോലെ 16 സംഭവിച്ചത് മുസ്ലിം സമൂഹം, വിശിഷ്യ മുസ്ലിം സമൂഹം, ന്യൂനപക്ഷ സമൂഹം അവർ ഇടതുപക്ഷത്തോടൊപ്പം. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഭീകരമായ ഭീതി സംഘപരിവാർ പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ സംഘപരിവാർ അധികാരത്തിലെത്തും എന്നുള്ള ഉള്ളതുകൊണ്ടാണ് മുസ്ലിം സമൂഹം അങ്ങോട്ട് പോയത്. ഇപ്പോൾ യാഥാർത്ഥ്യമായി സംഘപരിവാർ രാഷ്ട്രീയം ഇന്ത്യയിലും കേരളത്തിലും ഒരു യാഥാർത്ഥ്യമായി. ഇപ്പോൾ അവർ തിരിച്ച് മുൻകാലങ്ങളിൽ നിന്ന് UDFിലേക്ക് തിരികെ പോയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ അതൊരു അപകടകരം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് CPMൽ നിന്ന് പോകുന്ന പോക്ക് അവർ തിരികെ വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ UDFിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ എപ്പോൾ വേണമെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവർ കോൺഗ്രസിലേക്ക് തന്നെ വരും. പക്ഷേ CPMൻ്റെ അടിസ്ഥാന വോട്ടുകൾ പോയാൽ പിന്നെ തിരികെ വരികയേയില്ല. ഈ പലപ്പോഴും വളരെ നിശ്ചിതമായ വിമർശനം ഉണ്ടായിട്ടുണ്ട് CPM BJP അന്തർധാര എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി അന്തർധാരയൊക്കെ വളരെ സജീവമായി വരുന്നു. ഇതിന് ശരിക്കും പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ ഈ വഴിവെട്ടി കൊടുക്കുകയല്ലേ മുഖ്യമന്ത്രി അടക്കമുള്ളവർ? ഞാൻ അതിനെ അന്തർധാരയെന്നൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലൊരു അന്തർധാരയില്ല, ആശയവ്യക്തതയില്ലായ്മയാണ് പ്രശ്നം. നയപരമായിട്ടുള്ള വ്യക്തതയില്ലാതെ വരുന്നത് കൊണ്ടാണ് എങ്ങനെയും അധികാരത്തിലെത്തണം. ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ എത്തുക എന്നുള്ളതല്ലായിരുന്നു ലക്ഷ്യമെങ്കിൽ ഇന്നത് ഭരണത്തിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ഇത് CPI പലപ്പോഴും നിലപാടുകൾ എടുക്കാറുണ്ട്. പക്ഷേ എടുക്കുന്ന നിലപാടുകളെ പോലും പലപ്പോഴും തള്ളിപ്പറയുന്ന തരത്തിലേക്ക് CPM പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ എങ്ങനെ കാണാം? അല്ല, CPI പലപ്പോഴും ഒരു ഇടതു മുന്നണിയിലെ തിരുത്തൽ ശക്തിയായിരുന്നു. പക്ഷേ അവർ അതിരുവിടുന്ന ചില ഘട്ടങ്ങളുണ്ട്. ഇപ്പം ഞാൻ
പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്നത് പോലെ അല്ല CPI പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ താങ്കൾ പറഞ്ഞതുപോലെ മണിക്കൂറുകളോളം വന്നിരുന്ന ചാനലുകളിലും മറ്റ് പൊതു ഇടങ്ങളിലായാലും പ്രസംഗിക്കാനും ഒക്കെ ആയാൽ താങ്കളെ പോലുള്ള ഒത്തിരി പേർ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ CPM നിരീക്ഷകരായ റജി ലൂക്കോസ് പോലും പെട്ടെന്ന് പൊടുന്നതിനെ BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടപ്പോൾ താങ്കളുടെ പ്രസ്താവനയ്ക്ക് അഡ്വക്കേറ്റ് പ്രജി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്തരം വലിയ ചിന്തകൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നുണ്ട് ഈ മാറ്റങ്ങളും ഒക്കെ? അല്ല, ഇതിൽ റജി ലൂക്കോസ് ഇതിനും ഞാൻ അദ്ദേഹം BJP ചേരുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാനുമായി ഒരു മാധ്യമത്തിലൂടെ ചർച്ചയിലിരിക്കുന്നു. ഞാൻ എടുത്ത നിലപാടിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലതാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് നിലപാടെടുത്തു എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാം. അദ്ദേഹം ഒരു കൺസിസ്റ്റൻ്റ് നിലപാടെടുത്തു. എനിക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. പക്ഷേ ഞാനതിന് മറുപടി പറയാൻ പോയില്ല. അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു അദ്ദേഹം ഒരു കൺസിസ്റ്റൻ്റ് നിലപാടെടുത്തു എന്നുള്ളത്. ബംഗാളിൽ നമ്മൾ കണ്ടു വർഷങ്ങൾ നീണ്ട ആ യാത്ര ഒരു ദിവസം ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്ന കാഴ്ച കണ്ടു. പിന്നെ തിരിച്ചു കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആ രീതിയിലേക്ക് കേരളത്തിലെ CPMഉം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ബംഗാളാവാൻ അധിക ദൂരമില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഭയവും ഞാൻ വിമർശിക്കുന്നതിന് പൊതുമധ്യത്തിൽ ഞാനൊരു വളരെ ഉത്തമനായ പാർട്ടി അംഗമായി നിൽക്കണം എന്നാഗ്രഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ വല്ലാത്ത ഒരു മാനസിക വിഭ്രാന്തിയിലാണ് അടുത്ത ദിവസം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എന്തായാലും പിണറായി വിജയൻ്റെ വെള്ളാപ്പള്ളി വിഷയത്തിലെ നിലപാടിനെ, പാർട്ടിയുടെ വെള്ളാപ്പള്ളി വിഷയത്തിലെ നിലപാടിനെ വിമർശിക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ഉറച്ച തീരുമാനം. എൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ആ ഭവിഷ്യത്തുകളെ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയും, വിജയമാഷ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആർത്തൊലിച്ചു വരുന്ന ഇത്തരം അകത്തു നിന്ന് പറയുക, അതല്ലെങ്കിൽ പുറത്തിറങ്ങി നിന്നെങ്കിലും പറയുക. അപ്പോൾ പുറത്തിറങ്ങി നിന്ന് പറയാൻ പോലും സ്വാതന്ത്ര്യം എടുക്കണം എന്ന് കരുതിയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ കടുത്ത ഒരു അപജയത്തിലേക്ക് CPM നീങ്ങുന്നു. നിശ്ചയമായും അതാണല്ലോ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനെ തിരുത്തി നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ്. വിപ്ലവ സൗധങ്ങളല്ല നമുക്കാവശ്യം, മോഹങ്ങളും മോഹഭംഗങ്ങളും അല്ല നമുക്കാവശ്യം. നമുക്കാവശ്യമുള്ളത് പ്രത്യാശയാണ്. ആ പ്രത്യാശ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ പല നിലപാടുകളിൽ നിന്നും നിലപാട് മാറ്റങ്ങളിൽ നിന്നും എനിക്ക് തോന്നി. ഈ നിരയുമായി ഈ നേതൃനിരയുമായി പോയാൽ ഈ അപജയത്തെ മാറ്റാൻ പറ്റില്ല എന്ന് തന്നെയാണോ? അത് സഖാവ് പ്രകാശ് കാരാട്ട് തന്നെ മുമ്പ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ റഷ്യക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ USSRന് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി കേരളത്തിലെ പാർട്ടിയെ മാത്രം നിരീക്ഷിച്ചാൽ മനസ്സിലാകും എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഓക്കെ, അപ്പോൾ ഈ ഒരുപക്ഷേ നമ്മളുടെ ഈ സംവാദം പോലെ അല്ലെങ്കിൽ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ പോലും കേട്ട ശേഷം ഒരുപക്ഷെ വീണ്ടും ഇത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ ഉള്ള പ്രതികരണങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെങ്ങനെ? അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിൻ്റെ ഭവിഷ്യത്തുകളെ ഞാൻ കൃത്യമായി ബോധ്യവാനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഭവിഷ്യത്തുകൾ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം വർത്തമാനങ്ങൾ പറയാൻ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പേടിച്ചു പോയില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് ആവർത്തിക്കുകയാണല്ലേ? അതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ്, അതൊരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞ വാക്കാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കാര്യം. നമ്മളൊക്കെ കാലഹരണപ്പെട്ടവരല്ലല്ലോ. അപ്പോൾ കാലഹരണപ്പെടാത്തതും അപ്പോൾ പുതിയ കാലത്തെ വാക്കുകൾ ചേർത്തെടുക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു വാചകം കടമെടുത്തത് എന്നുള്ളതാണ്. ശ്രീ VD സതീഷിൻ്റെ വാക്കാണത്. അപ്പോൾ അത് ഞാനങ്ങ് കടമെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതായത് തിരുത്തൽ ശക്തിയായി തുടരും. നിശ്ചയമായി അത് തന്നെ. പറയേണ്ടത് പറയും, പറഞ്ഞേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇത് അവസാനിക്കുന്ന മുങ്ങിത്താടുന്ന കപ്പലായി പോവും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിലെ അകത്തുള്ള വെള്ളം കോരിക്കളയുക എന്നുള്ള ദൗത്യം കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് ആ ദുഷിച്ച വെള്ളം അല്ലെങ്കിൽ അഴുക്ക് വെള്ളം ഉള്ളിൽ നിന്ന് കോരിക്കളയാനൊരു ശ്രമം. കാലം അത് തീരുമാനിക്കും. ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാഗമാണ് പിശകെങ്കിൽ കാലം അതെന്നെ ബോധ്യപ്പെടുത്തും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ അത് കാലം തന്നെ ബോധ്യപ്പെടും. തീർച്ചയായും. എന്തായാലും പേടിക്കാതെ പറയാനുള്ള കാര്യങ്ങൾ ഇനിയും പെട്ടിത്തുറന്ന് പറയുമെന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് BN ഭാസ്കർ പറയുന്നത്. നന്ദി ശ്രീ ഭാസ്കർ, ഇത്രയും നേരം സംസാരിച്ചത്.